റസൂൽ പൗലോസ് റുമാനിയക്കാർക്കെഴുതിയ റിസാലാത്ത് അധ്യായം 5. ഈമാനിനാൽ കുറ്റമില്ലാത്തവരായി അംഗീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ റബ്ബായ ഈസാ അൽ മസീഹ് വഴി അള്ളാഹുവുമായി സലാമത്തിലായിരിക്കുന്നു. അള്ളാഹുവിൻ്റെ നിയമത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. അൽ മസീഹിലൂടെയുള്ള ഈമാനിനാലാണ് നമുക്ക് ഇത് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തംജീദിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. അതുമാത്രമല്ല, നമ്മുടെ അദാബുകളിൽ പോലും നാം അഭിമാനിക്കുന്നു. കാരണം അദാബ് സബൂറിനുള്ള കൂവത്തും, സബൂറിനുള്ള കൂവത്ത് ഷജാഅത്തും, ഷജാഅത്ത് പ്രത്യാശയും ഉണ്ടാക്കുന്നു എന്ന് നമുക്കറിയാം. പ്രത്യാശ നമ്മെ നിരാശപ്പെടുത്തുകയില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന റൂഹുൽ ഖുദ്ദൂസിലൂടെ അള്ളാഹുവിൻ്റെ ഹുബ്ബ് നമ്മുടെ കൽബുകളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നാം കൂവത്തില്ലാത്തവരായിരിക്കുമ്പോൾ തന്നെ മുനാസിബായ വക്തിൽ അൽ മസീഹ് പാപികളായ നമുക്ക് വേണ്ടി മൗത്തായി. സ്വാലിഹായവന് വേണ്ടി ആരെങ്കിലും മൗത്താവുന്നത് തീരെ വിരളമാണ്. ഒരു പക്ഷേ ഒരു തൊയ്യിബായവന് വേണ്ടി മൗത്താവാൻ ആരെങ്കിലും തുനിയുമായിരിക്കും. എന്നാൽ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അൽ മസീഹ് നമുക്ക് വേണ്ടി മൗത്തായി. അങ്ങനെ നമ്മോടുള്ള തൻ്റെ ഹുബ്ബ് അള്ളാഹു വെളിപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അൽ മസീഹിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നമ്മൾ അൽ മസീഹ് മൂലം അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് ഇഖ്ലാസിലാകുമെന്നത് തീർച്ചയാണല്ലോ. നാം അള്ളാഹുവിൻ്റെ ശത്രുക്കളായിരുന്നപ്പോൾ തൻ്റെ പുത്രൻ്റെ മൗത്തിനാൽ മിത്രങ്ങളാക്കി തീർത്തുവെങ്കിൽ മിത്രങ്ങളായതിനു ശേഷം അവൻ്റെ ഹയാത്തിനാൽ ഇഖ്ലാസിലാവുമെന്നതും തീർച്ച. മാത്രമല്ല, നമ്മുടെ റബ്ബായ ഈസാ അൽ മസീഹ് വഴി നാം അള്ളാഹുവിൽ ഷഹാദത്തിലാവുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ സുറൂറിലായിരിക്കുന്നത്. ഏക മനുഷ്യനാൽ പാപം മൂലം മൗത്തും ദുനിയാവിൽ കടന്നു വന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലേക്കും വ്യാപിച്ചു. ശരീഅത്ത് നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ പാപം ദുനിയാവിലുണ്ടായിരുന്നു. എന്നാൽ ശരീഅത്ത് ഇല്ലാത്തതുകൊണ്ട് അത് പാപമായി കണക്കാക്കുന്നില്ല. ആദം മുതൽ മൂസ വരെ ജീവിച്ചിരുന്നവർ ആദം ചെയ്ത പാപത്തിന് തുല്യമായി ചെയ്തവരല്ലായിരുന്നു. എങ്കിലും അവരുടെ മേൽ മരണം ആധിപത്യം ഉറപ്പിച്ചിരുന്നു. ഈ ആദം വരാനിരുന്നവൻ്റെ പ്രതിരൂപമായിരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ നിഅമത്തും ശരീഅത്തിൻ്റെ ലംഘനവും ഒരുപോലെയല്ല. ഒരു ഇൻസാൻ്റെ പാപം മൂലം അനേകർ മൗത്തായെങ്കിൽ അള്ളാഹുവിൻ്റെ നിഅമത്തും ഏക മനുഷ്യനായ ഈസാ അൽ മസീഹിൻ്റെ സ്വതക്കയാകുന്ന നിഅമത്തും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. ആദം എന്ന മനുഷ്യൻ്റെ പാപത്തിൽ നിന്നുണ്ടായ ഫലം പോലെയല്ല ഈ നിഅമത്ത്. ഒരു ഇൻസാൻ്റെ പാപത്തിൻ്റെ ഫലമായി ശിക്ഷാവിധി ഉണ്ടായി. എന്നാൽ അനേകം പാപങ്ങൾക്ക് ശേഷം വന്ന നിഅമത്താകട്ടെ നീതീകരണത്തിനു കാരണമായി. ആദം എന്ന ഒരു ഇൻസാൻ്റെ പാപത്താൽ ആ ഇൻസാൻ മൂലം മൗത്തിൻ്റെ ആധിപത്യം നടത്തിയെങ്കിൽ ധാരാളമായി ലഭിക്കുന്ന നിഅമത്തും സദഖയാകുന്ന നീതിയും കബൂലാക്കുന്നവർ ഈസാ അൽ മസീഹ് എന്ന ഒരു ഇൻസാൻ മൂലം എത്രയോ അധികം ഹയാത്തിൻ്റെ ഹുക്കുമയിലായിരിക്കും. അങ്ങനെ ഒരു ഇൻസാൻ്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ നീതിയിലേക്ക് നയിക്കുന്ന ഒരു അമലിനാൽ എല്ലാവർക്കും ജീവൻ ലഭിക്കുകയും നീതീകരണത്തിന് കാരണമാവുകയും ചെയ്തു. ഒരു ഇൻസാൻ്റെ അനുസരണയില്ലായ്മയാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു ഇൻസാൻ്റെ അനുസരണത്താൽ അനേകർ സ്വാലിഹായവരാകും. പാപം വർദ്ധിക്കുവാനാണ് ശരീഅത്ത് ചേർന്നു വന്നത്. എന്നാൽ പാപം വർദ്ധിച്ചപ്പോൾ നിഅമത്ത് അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മൗത്തിലൂടെ ഹുക്കുമ നടത്തിയതുപോലെ അള്ളാഹുവിൻ്റെ നിഅമത്ത് നീതിയിലൂടെ ഹുക്കുമ നടത്തേണ്ടതിനാണ്. ഇതിൻ്റെ ഫലമാണ് നമ്മുടെ റബ്ബായ ഈസാ അൽ മസീഹ് വഴി നീതിയാൽ ലഭിക്കുന്ന ഹയാത്തുൽ അബദിയ.